ഒരു ജീനിയസ് ആവണമെങ്കിൽ അതിൽ മാസ്റ്ററി കൈവരിക്കണമെങ്കിൽ എത്ര സമയം എടുക്കുക നോർമലി? ഇഫ് യു വാണ്ട് ടു ഗെറ്റ് മാസ്റ്ററി ഇൻ യുവർ ക്രാഫ്റ്റ് യു വിൽ ടേക്ക് ഓൾമോസ്റ്റ് 10,000 hours എടുക്കും. അതിൽ മാത്രം സ്റ്റിക്ക് ചെയ്ത് നിന്ന ആൾക്കാരായിരിക്കും നമുക്ക് എന്താ പറ്റുക ഒരു ഗ്ലോബൽ ബ്രാൻഡായിട്ട് മാറുന്നതായിട്ട് കാണാൻ പറ്റുള്ളൂ. GREENLIVES Coaching and Training Solution. Do you have a vision? അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്ട്സ് യുവർ കോർ പർപ്പസ് ആൻഡ് വാട്ട് ആർ യുവർ കോർ വാല്യൂസ്. പിന്നെ എന്താ ചോദിച്ചത്? അതാണ് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു. വാട്ട്സ് യുവർ കോർ പർപ്പസ് ആൻഡ് വാട്ട് ആർ യുവർ കോർ വാല്യൂസ്. ഡു യു ഹാവ് എ മിഷൻ? ഡു യു ഹാവ് എ മിഷൻ ഇൻ യുവർ ബിസിനസ് അല്ലേ? ആൻഡ് വാട്ട്സ് യുവർ മിഷൻ ഇൻ യുവർ ബിസിനസ്? പിന്നെ വിവിഡ് ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, വിവിഡ് ഡിസ്ക്രിപ്ഷൻ. പിന്നെ നമ്മൾ ആ മിഷൻ ഉണ്ടാക്കുമ്പോൾ അതിലേക്കുള്ള സ്റ്റെപ്പുകളാണ്, മൈൽ സ്റ്റോൺ ആണ് ആക്ച്വലി വിവിഡ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ. വാട്ട്സ് യുവർ നിഷ്? വാട്ട്സ് യുവർ നിഷ് അല്ലെങ്കിൽ വാട്ട്സ് യുവർ മൈക്രോ നിഷ്? ദെൻ വാട്ട്സ് യുവർ USP? USP എന്ന് പറഞ്ഞാൽ എന്താ? USP നമ്മൾ എപ്പോഴും ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന, പ്രത്യേകിച്ച് സെയിൽസിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ്. യുണീക്ക് സെല്ലിംഗ് പോയിന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ യുണീക്ക് സെല്ലിംഗ് പ്രപ്പോർഷൻ എന്ന് പറയും. അതിലേക്ക് എത്താനുള്ള സിസ്റ്റം ഉണ്ടോ? USP എന്ന് മാത്രമല്ല, നിങ്ങൾക്കൊരു ബിസിനസ്സിൽ നിങ്ങൾക്കൊരു സിസ്റ്റം ഉണ്ടോ? ബിസിനസ്സിൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ 7 ഫങ്ഷൻസ് ഉണ്ട് ബിസിനസ്സിൽ. ഈ 7 ഫങ്ഷൻസിൽ നിങ്ങൾക്ക് സിസ്റ്റം ആൻഡ് പ്രോസസ്സ് ഉണ്ടോ എന്നുള്ളതായിരുന്നു നമ്മൾ ലാസ്റ്റ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. അതിന് മുമ്പ് നമ്മൾ കുറച്ചും കൂടി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ലേൺ സ്റ്റോക്കിൽ നമ്മൾ ആദ്യത്തെ 10 മിനിറ്റ് സംസാരിച്ചത് നിങ്ങൾക്കൊരു ഗെയിം ചേഞ്ചർ ആവണമെങ്കിൽ, ഒരു ലേൺ ആവണമെന്നുണ്ടെങ്കിൽ ദ ലീഡർ ഇൻ യു ഈസ് ഓൾവേസ് നമ്പർ 1. അങ്ങനെ നമ്പർ 1 ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 4 ഏരിയയിൽ ഫോക്കസ് ചെയ്യണം എന്ന് പറയുന്നു. 4 ഫോക്കസ് ഓഫ് ഗെയിം ചേഞ്ചേഴ്സ്. അത് ഓർക്കുന്നുണ്ടോ? 4 ഫോക്കസ് ഓഫ് ഗെയിം ചേഞ്ചേഴ്സ്. 4 ഏരിയ പറഞ്ഞത് നമ്മൾ. അത് ഫസ്റ്റത്തെ ടോക്കിലാണ് പറയുന്നത്. എന്തൊക്കെ ഓർക്കുന്നുണ്ടോ? ഒന്ന് ക്യാപിറ്റലൈസേഷൻ IQ എന്നാണ് പറയുന്നത്. ക്യാപിറ്റലൈസേഷൻ IQ. 2 ഫ്രീഡം ഫ്രം ഡിസ്ട്രാക്ഷൻ. ദെൻ പേഴ്സണൽ മാസ്റ്ററി പ്രാക്ടീസ്. ദെൻ ഡേയ്സ് ടേക്കിംഗ്. ഈ 4 കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഡോക്ടറിന് ഓൾറെഡി അതിൻ്റെ മിഷൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ലോക്കലായിട്ടുള്ള ആളുകളെ, അല്ലെങ്കിൽ ലോക്കൽ ബിസിനസ് ചെയ്യുന്ന ആളുകളെ ഒരു ഗ്ലോബൽ ബ്രാൻഡ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ആക്ച്വലി ഡോക്ടർ മിഷൻ വെക്കുന്നത്. അപ്പോൾ ആ എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണം? നമുക്കൊരു ലൈൻ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ എന്ത് വേണം? ക്ലാരിറ്റി ഉണ്ടാവണം. ആ ക്ലാരിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ശരിക്കും ഒരു ലയൺ ആവണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ബിസിനസ്സിലാവട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ നമുക്കൊരു ലയൺ ആവണമെന്നുണ്ടെങ്കിൽ, അക്കോർഡിംഗ് ടു ഹാർവാർഡ് ബിസിനസ് സ്കൂൾ റിവ്യൂ, ഹൗ ലോങ് വിൽ യു ടേക്ക് ടു ബി എ ലയൺ? നിങ്ങൾക്കൊരു ലയൺ ആവണമെന്നുണ്ടെങ്കിൽ എത്ര സമയം എടുക്കുമെന്നാണ് ഏകദേശം റിസർച്ച് പറയുന്നത് അറിയും? നിങ്ങൾക്ക് ഇഫ് യു വാണ്ട് ടു ബി എ ലയൺ എന്ന് ഉദ്ദേശിച്ചത് ഒരു കോൺസെപ്റ്റാണ്. വെദർ യു വാണ്ട് ടു ബി എ ടൈക്കൂൺ ഇൻ യുവർ ബിസിനസ്, അല്ലെങ്കിൽ എ ടൈറ്റാൻ ഇൻ യുവർ ഇൻഡസ്ട്രി, അല്ലെങ്കിൽ എ ഗെയിം ചേഞ്ചർ, അല്ലെങ്കിൽ ഹൗ ലോങ് വിൽ യു ടേക്ക് ടു ബി എ ജീനിയസ് ഓർ എ മാസ്റ്റർ ഓർ എ എക്സ്പേർട്ട് ഓർ എ ഗെയിം ചേഞ്ചർ ഇൻ യുവർ ഇൻഡസ്ട്രി, ഇൻ യുവർ ക്രാഫ്റ്റ്? നോർമൽ എത്ര സമയം എടുക്കുക? 10,000 മണിക്കൂർ എടുക്കുക. 10,000 hours ആണ്. അത് ഹാർവാർഡ് ബിസിനസ് സ്കൂളിൻ്റെ റിവ്യൂ ആണ്. 10,000 hours ആണ് എന്ത് ചെയ്യുക? it takes almost 10,000 hours if you want to be a genius, if you want to get mastery in your craft, you will take almost 10,000 hours എടുക്കും. 10,000 hours ഇൻവെസ്റ്റ് ചെയ്യണം. 10,000 hours എന്ന് പറയുമ്പോൾ എത്ര വരും ഏകദേശം? ഒരു ദിവസം എത്ര വരും? ഒരു ദിവസം നിങ്ങൾ എത്ര ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും? ആവറേജ് അറിയോ? ഒരു ദിവസം നിങ്ങൾ 2 മണിക്കൂറും 44 മിനിറ്റും ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ടേക്സ് 10 years. ഒരു ദിവസം നിങ്ങൾ ഓൾമോസ്റ്റ് 2 hours and 44 minutes ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ടേക്സ് 10 years if you want to be a lion or a genius or a mastery ആവണമെങ്കിൽ. അത് ബിസിനസ്സിൽ മാത്രമല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചില ആളുകൾ പെയിൻറ്ററാണ് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ യു ആർ എ പെയിൻറ്റർ ആൻഡ് ഇഫ് യു വാണ്ട് ടു ബി എ വേൾഡ് ക്ലാസ് പെയിൻറ്റർ, 10 years മാത്രം പോരാട്ടോ. 10 years പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇന്നോവേഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുള്ളൂ? 10 വർഷം കൊണ്ട്. പക്ഷേ മാസ്റ്റർ കൈവരിക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കേരളത്തിലുള്ള ടോപ്പ് ലെവൽ ബിസിനസ്സുകാരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഒരു 10 വർഷമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരായിരിക്കും എന്താവുക
10 വർഷം എന്നാണ് ഒരു കണക്കാണ്. അല്ലെങ്കിൽ എന്താ ഉണ്ടാവും, അവർ ഇപ്പോൾ വെദർ ഇറ്റ് ഈസ് ബൈജൂസ് ആപ്പ്, നമ്മളിത് കാണുന്നത് ചിലപ്പോൾ സക്സസ് മാത്രമാവും കാണുക. പക്ഷേ അല്ലെങ്കിൽ ഐ ഡി ഫ്രഷ് 2005 തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഏത് കമ്പനി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഒരു 10 വർഷമെങ്കിലും ആ ഇൻഡസ്ട്രിയിൽ സ്റ്റിക്ക് ചെയ്ത് അതിൽ ഫോക്കസ് ചെയ്ത് അതിൽ ഇന്നോവേഷൻ കൊണ്ടുവന്ന് അതിൽ അപ്ഡേറ്റ്സ് ചെയ്ത് അതിൽ മാത്രം സ്റ്റിക്ക് ചെയ്ത് നിന്ന ആൾക്കാരായിരിക്കും നമുക്ക് എന്താ പറ്റുക, ഒരു ഗ്ലോബൽ ബ്രാൻഡായിട്ട് മാറുന്നതായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ മിനിമം എന്ത് ചെയ്യണം, അതിപ്പോൾ ഈവൻ ഇഫ് യു ആർ എ ഫോട്ടോഗ്രാഫർ, ഇഫ് യു വാണ്ട് ടു അച്ചീവ് mastery in photography, you have to invest 10,000 hours in that industry. GREENLIVES Coaching and Training Solution.